യഥാർത്ഥത്തിൽ ഈ വി ഡി സതീശൻ എന്തുദ്ദേശിച്ചാണ്? ആദ്യമേ തന്നെ വരുമ്പോഴേ പറയുകയാണ്, ഞങ്ങൾക്ക് കാറുകളൊന്നും വേണ്ട, ജനങ്ങളെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കരുത്, ജനങ്ങളെ ബ്ലോക്കിലിടരുത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാണ്. ഇപ്പോൾ ക്ലിഫ് ഹൗസ് ഞങ്ങൾ മൂടി പിടിപ്പിക്കില്ല, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ആരാണ് കമ്മ്യൂണിസ്റ്റ്? ഞാൻ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഇപ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് ആയത്? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു? ആരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്? അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ വരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ പോലെ പെരുമാറുകയാണോ അതോ സംഭവിക്കുന്നതാണോ? ശരിക്കും ജനങ്ങൾ ഇപ്പൊ കഴിഞ്ഞ 10 വർഷങ്ങളായി ജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി പെരുമാറാൻ പാടില്ലാത്തത് എന്നതിനെ പറ്റി കൃത്യമായ ധാരണ വി ഡി സതീശനും അതുപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തെ പറ്റി വ്യക്തമായ ധാരണ വി ഡി സതീശനുണ്ട്. അതിലൊന്നായിരുന്നു മറ്റേ നമ്മുടെ വലിയ വിവാദങ്ങൾക്കിടയായ കിയ കാർണിവൽ കാർ ഉപേക്ഷിക്കുക, അത് വേണ്ട, മുൻ മന്ത്രി വി എൻ വാസൻ ഉപയോഗിച്ചിരുന്ന കാർ എനിക്ക് മതി എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ തന്നെ വണ്ടി ഈ പറഞ്ഞ ജനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കരുത് എന്നീ കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുന്നു. ഏറ്റവും അവസാനം ക്ലിഫ് ഹൗസിൽ മോടി പിടിപ്പിക്കൽ പരിപാടികളൊന്നും വേണ്ട, അറ്റകുറ്റപ്പണി മതി എന്നുള്ളൊരു നിർദ്ദേശത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. പക്ഷെ ഇതിനെയാണ് ഇപ്പോൾ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തിന്റെ ഇത്തരം നടപടികളെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റൊരു വിഭാഗത്തോട് ട്രോൾ ചെയ്യുന്നുണ്ട്. എന്താണ്, അയ്യോ എന്തൊരു എളിമയാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ട്. മറ്റൊരു കാര്യം കൂടെ ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളും വേഗം ഓടി എത്തേണ്ട ഒരാൾ. അങ്ങനെ എത്തേണ്ട ഒരാൾക്ക് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ ഒരു കാർ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും സുരക്ഷാ സംവിധാനം ഒരുക്കി വേഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ഒക്കെ സൃഷ്ടിക്കുന്നു. പക്ഷെ അങ്ങനെയല്ലേ യഥാർത്ഥത്തിൽ വേണ്ടത്? എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയാണ്. കാരണം സ്കൂളിൽ പോകുന്ന പോലെയോ ഹോസ്പിറ്റലിൽ പോകുന്ന ഹോസ്പിറ്റലിലല്ല, ഒരു ആംബുലൻസിനെ റോഡിൽ തടഞ്ഞു നിർത്തുന്നത് വളരെ തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പോ ഓഫീസിൽ പോകുന്ന പോലെ സാധാരണ ജനം പോകുന്ന പോലെ അല്ല. കേരളത്തിന്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ ഓടി എത്തേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ള ചോദ്യം നമുക്ക് ഉന്നയിക്കാൻ നമ്മൾ ആളാണെങ്കിൽ അദ്ദേഹത്തിന് എത്താനുള്ള വഴിയും ഉണ്ടാക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാല് 10 മണിക്ക് അദ്ദേഹം ഈ പറഞ്ഞ പട്ടം ജംഗ്ഷൻ വഴി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ 9:30 മുതൽ അവിടെ ബ്ലോക്ക് ചെയ്ത് തുടങ്ങും. അപ്പോൾ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടത്താനാണ്, പക്ഷെ കുറെ കൂടി ഒരു സിസ്റ്റമാറ്റിക് രീതി കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ കാര്യങ്ങൾ ഡിലേ ചെയ്യാതെ കുറച്ചുകൂടിയൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളൊരു കാര്യം അത് പോലീസ് സംവിധാനം ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് വന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പൊ അദ്ദേഹത്തിന് ഏറ്റവും കളിയാക്കുന്നത് പുത്തനൊരിച്ച് പെരപ്പുറം തൂക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പഠിച്ചോളും, കുറച്ച് ബ്ലോക്കിലൊക്കെ കിടന്ന് കഴിയുമ്പോഴത്തേക്കും മുഖ്യമന്ത്രി പഠിച്ചോളും എന്നുള്ള രീതിയിൽ ട്രോളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോ സാധാരണ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയാണ് മിതമായി ജീവിക്കുക, മിതമായ ശൈലിയിൽ പോവുക, എല്ലാത്തിലും ഒരു മിതത്വം കലർത്തുക. അപ്പോ യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയാണോ വി ഡി സതീശൻ കൊണ്ടു നടക്കുന്നത്? ഇതിനെ കമ്മ്യൂണിസ്റ്റ് ശൈലി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇത് സാധാരണ മനുഷ്യരുടെ ശൈലി എന്ന് മാത്രമേ എന്നെ പറയാൻ കഴിയുള്ളൂ. ഇപ്പോ ഈ പറഞ്ഞ ഈ താഴെ തട്ടിൽ പ്രവർത്തിക്കുക, ഒരു സാധാരണക്കാരനായി ജീവിക്കുക, അതെല്ലാം കമ്മ്യൂണിസം ആണ് എന്നൊരു നറേറ്റീവ് എല്ലാവരും കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് കമ്മ്യൂണിസത്തിന്റെ അവരുടെ മോട്ടോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ അതവർ ചെയ്യുന്നില്ല. ഇത് ഒരു ബേസിക് ലിവിങ്ങിന്റെ ഭാഗമാണ്. മിനിമലായിട്ട് ജീവിക്കുക, ചില കുറയ്ക്കുക. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ തന്നെ പല MLA-മാരും മന്ത്രിമാരും ഉണ്ട്. സ്ലിപ്പർ ഇട്ട് നടക്കുന്ന MLA, സൈക്കിളിൽ പോകുന്ന MLA, രാവിലെ കൃഷിപ്പണി ചെയ്യുന്ന MLA, അങ്ങനെ പറഞ്ഞ് വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന പല മന്ത്രിമാരെയും MLA-മാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ കമ്മ്യൂണിസം നമ്മൾ കാണേണ്ടത്? കാലഘട്ടത്തിന്റെ മാറ്റം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. ഇപ്പോൾ പണ്ട് പാളയിൽ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോഴും പാളയിൽ കഴിക്കണം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. മുഖ്യമന്ത്രി നല്ലൊരു കാറിൽ നടക്കുന്നതിനോട് തന്നെയാണ് എനിക്ക് യോജിപ്പ്. ഇപ്പൊ കിയ കാർണിവൽ കാറിൽ നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ യാത്ര ചെയ്യാൻ തീരുമാനമെടുത്താൽ നല്ല കാര്യം എന്നാണ് എന്റെ അഭിപ്രായം. നമ്മുടെ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്, അതിനകത്ത് ഈ പറഞ്ഞ കുറവ് കാണിച്ചു, അതിൽ ഇച്ചിരി ലാളിത്യമുണ്ടായി, അതില് ആഡംബരം കുറച്ചു എന്ന് പറഞ്ഞ അതിൽ വലിയ കാര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ
നല്ലൊരു ഇതിലേക്ക് കൂടിയ കാര്യം ഒരു റേഞ്ച് റോവർ എങ്കിലും ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അദ്ദേഹം VD സതീശൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, അത് അഭിനന്ദനാർഹമാണ്. എന്നാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇങ്ങനെയാണ്, ഒരു റേഞ്ച് റോവർ അല്ലെങ്കിൽ ഒരു പ്രീമിയം കാറിൽ കറങ്ങി നടക്കുന്ന കറങ്ങിയല്ല ആവശ്യങ്ങൾക്ക് സഞ്ചരിക്കുന്ന ഒരാളായിരിക്കണം നമ്മുടെ മുഖ്യമന്ത്രി. അത് ഓരോരുത്തരുടെ എനിക്കൊന്ന് പേഴ്സ്പെക്റ്റീവിന്റെ ഡിഫറൻസ് ആണ്. ഇപ്പോ സാധാരണ ഒരു ഒട്ടും പ്രീമിയം അല്ലാത്തൊരു കാറിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ടാകാം, ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാവാം, അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കിയ കാർണിവൽ വാങ്ങിയ സമയത്ത് ഉണ്ടായ വലിയ വിവാദങ്ങൾ എന്ന് പറയുന്നത് ഓൾറെഡി സംസ്ഥാനം വലിയ സാമ്പത്തിക ഞെരുക്കത്തിലുള്ളപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ എന്തിനെടുക്കുന്നു എന്നുള്ള ചോദ്യം ഉള്ളത് കൊണ്ടാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ VD സതീശൻ എടുക്കുന്ന നിലപാടുകൾ വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ ഇതിനെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലാണ്, ട്രോളുന്ന അല്ലെങ്കിൽ ഇതിനെ മിസ്ലീഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ വീട് മോടി പിടിപ്പിക്കാൻ 30 ലക്ഷം രൂപ ചെലവാക്കി. അതുപോലെ തന്നെ ഇപ്പോൾ 72 ലക്ഷം രൂപയാണ് ക്ലിഫ് ഹൗസ് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിവെച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ പറഞ്ഞ പഴയ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു മാറ്റി പുതിയതായിട്ട് പണിയേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അത്രയും ഇപ്പോൾ നമ്മൾ ഒരു സമയത്ത് കണ്ടിരുന്നു മരപ്പെട്ടി ബഹളം ഉണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അന്നതിനെ ട്രോൾ ചെയ്തിരുന്നു. പക്ഷെ അത് കാര്യമായ കാര്യം തന്നെയാണ്. പഴകിയ കെട്ടിടങ്ങളാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ടാണ് ഓരോ വർഷവും അറ്റകുറ്റപ്പണി എന്നുള്ള നിലയിൽ കൂടുതൽ ഫണ്ട് അതിലേക്ക് വകയിരുത്തേണ്ടി വരുന്നത്. ഇതിനെല്ലാം വലിയ മാറ്റം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പുതിയ ബിൽഡിംഗ് വെക്കുക, അപ്പോൾ ഇത്രയും പറയുന്ന ഓരോ വർഷത്തിന്റെ മെയിൻ്റനൻസ് ഫണ്ട് അതിൽ കുറവുണ്ടാകുമല്ലോ, അതുപോലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകണം. അല്ലാതെ ഇങ്ങനെ അറ്റകുറ്റപ്പണിക്ക് ഇത്ര പൈസ എടുത്തു എന്ന് പറയുന്നതിന് കാര്യമില്ല. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കായിരുന്നേ, അതിനകത്ത് പറയായിരുന്നു പ്രതിപക്ഷ നേതാവ് 5 വർഷക്കാലം 30 ലക്ഷം രൂപ അറ്റകുറ്റപ്പണിക്ക് എടുത്തു കണ്ടോൺമെന്റ് ഹൗസിന് വേണ്ടിയിട്ട്. ക്ലിഫ് ഹൗസിൽ ആകെ എടുത്തിട്ടുള്ളത് 40 ലക്ഷം അത്ര എന്തുവാണ്. അതിൽ ആ മിണ്ടാപ്രാണികൾക്ക് വേണ്ടിയിട്ട് ഒരു കൂടൊരുക്കാൻ വേണ്ടി കുറച്ച് പൈസ എടുത്തതിന് എന്തൊക്കെയാ ഈ നാട്ടുകാർ പറഞ്ഞതെന്ന്. അല്ല, ഇതിന്റെ എല്ലാം പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് സാമ്പത്തിക ഞെരുക്കത്തിൽ ഈ സംസ്ഥാനം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഇവരെല്ലാം അങ്ങനെ ഒന്നും ഇല്ല, ഞങ്ങള് ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടാണ് 4000 കോടി അക്കൗണ്ട് ഇട്ടിട്ടാണ് പോകുന്നത്, 6000 കോടി കിടപ്പുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു വർഷം ഒരു ഫിനാൻഷ്യൽ ഇയർ സർക്കാർ മുന്നോട്ട് പോകണമെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ കടന്ന് മുന്നോട്ട് പോകണം, ഇതെല്ലാം ആരൊരുക്കി വെച്ചതാണ്. ഈ ദൂർത്തടിക്കാൻ വേണ്ടി മാത്രമായിട്ട് കടമെടുക്കുന്ന ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടായിരുന്നു. അതായത് സർക്കാരിന്റെ 1-ാം വാർഷികവും 2-ാം വാർഷികവും ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എത്ര കോടി രൂപയാണ് സർക്കാർ കടമെടുത്തത്, അങ്ങനെ കടമെടുത്ത് ദുരുപയോഗം ചെയ്തത്, എത്ര ഫണ്ടിൽ നിന്നും വക മാറ്റി ചെലവാക്കി. അപ്പോൾ ഇതെല്ലാം ചോദ്യം ചിഹ്നമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് പിന്നെയും ഇത് സാധാരണക്കാരൻ ഇതെല്ലാം ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് കാണുന്നത് ഇതാ മുഖ്യമന്ത്രി പുതിയ കിയ കാർ വാങ്ങിക്കാൻ പോകുന്നു. അന്ന് മുഖ്യമന്ത്രിയെ കാണുന്നത് എങ്ങനെയാണ്? ഇപ്പൊ മുഖ്യമന്ത്രി കിയ കാറിലും ബാക്കി 1-2 വാഹനങ്ങളാണെങ്കിലും ഒക്കെ, ഇതങ്ങനെയല്ലല്ലോ. ഇതൊരു 50 വാഹനങ്ങൾ പട മറ്റേ തൂക്കി കയറി ഇങ്ങനെ വെടുക്കുന്നു അല്ലെ, ടിക്ക് ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പകുതിക്ക് മമ്മൂട്ടിയുടെ എൻട്രൻസ് ഉണ്ടല്ലോ. അതെ. അപ്പൊ 100 വണ്ടികൾ ഇങ്ങനെ പോകുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കും, ഇതിൽ ഏതിലാ മുഖ്യമന്ത്രി ഇരിക്കുന്നത്? ആ ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചത് ആരാണ് എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഒരു മുഖ്യമന്ത്രി ഒരു വഴിയിലൂടെ പോകുമ്പോൾ എത്ര വണ്ടികളാണ് കൂടെ പോകുന്നത്, അത് എത്ര എസ്കോർട്ടുകളാണ്. അപ്പൊ ഇതെല്ലാം വെട്ടിക്കറക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് ഇവിടെ മുഖ്യമന്ത്രി ആരും അടിക്കുകയൊന്നുമില്ല. ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണെങ്കിൽ പോലും അവിടെ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ പിന്നീട് എസ്കോർട്ട് വേണം. ഒരു മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഉണ്ടാകണം. സുരക്ഷ നിശ്ചയിക്കുന്നത് ഓരോ സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളാണ്. ഓരോ കാറ്റഗറി നിശ്ചയിക്കുന്നത്, Z+, അങ്ങനെ ഓരോ കാറ്റഗറികൾ നിശ്ചയിക്കുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രിക്ക് എടുക്കാനുള്ള പവറുണ്ട്. എനിക്ക് ഇത്ര മാത്രം മതി. ഇപ്പോ VD സതീശ് എടുത്തോളാം. VD സതീഷിന് Z+ കാറ്റഗറിയാണ് വരുന്നത്. എന്നിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത്? എനിക്കൊരു എസ്കോർട്ട് വാഹനം മാത്രം മതി, പിന്നെ 1-2 പൈലറ്റ് വാഹനം. അത് വെട്ടിക്കുറയ്ക്കുകയാണ്. ഓരോ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്നുള്ള പൈലറ്റ് വാഹനങ്ങൾ അത് മതി. ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അത് മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കുറേ വിഷയമുണ്ട്. ഇപ്പോൾ VD സതീശനെ തന്നെ കരയുന്ന ഒരാൾ, ഇയാൾ ഇത്ര മൊണ്ണയാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. VD സതീശൻ കരയുന്നത്. ഇപ്പോൾ കാർത്തികന്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ കാർത്തികന്റെ ഭാര്യ CM ഇങ്ങനെ കരയരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ചേർത്ത് നിർത്തുന്നൊരു കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഗുരുനാഥനാണ്, ഇവിടെ വന്നപ്പോൾ എനിക്ക് വിഷമമുണ്ടായി. അപ്പോൾ
അതിന് ഇയാൾ ഇത്ര മൊണ്ണയാണോ, ഇയാൾക്ക് ഇത്ര കരയാൻ, ഇത് ഇയാളുടെ കള്ളക്കരച്ചിലാണ്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അപ്പൊ അങ്ങനെയുള്ള രീതിയിലേക്കും അതിനെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം തോറ്റു എന്ന് സമ്മതിക്കാൻ ബുദ്ധിമുട്ടിയ കുറെ ആൾക്കാർ ജയിച്ചവരെ ജയിച്ചില്ല എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന നടപടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശൻ എന്ത് ചെയ്താലും പ്രശ്നമായി. ഇപ്പോ അവിടെ പോയി അത് പ്രശ്നം, ഇവിടെ പോയി അത് പ്രശ്നം, അവരെ കണ്ടത് പ്രശ്നം, ഇവരെ കണ്ടത് പ്രശ്നമാണ്. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുകയാണ് ഒരു പറ്റം മനുഷ്യർ. അതാണ് ഈ സോഷ്യൽ മീഡിയയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. വി ഡി സതീശന് മാത്രമല്ല, ഇനി നമ്മൾ ഏത് മന്ത്രിയെ വെക്കാൻ പോയി കഴിഞ്ഞാൽ, അതായത് UDF ഏത് മന്ത്രിയെ വെക്കാൻ പോയി കഴിഞ്ഞാലും ഇവൻ അങ്ങനെയുള്ളവനല്ലേ, ഇവൻ ഇങ്ങനെയുള്ളവനല്ലേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാക്കി വെക്കാൻ പോകുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അപ്പൊ അതിന്റെ അടിയിലേക്ക് വന്നിട്ട് ഇയാൾ വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ കുളമാക്കും, ഇത് ഇയാളുടെ കയ്യിൽ നിൽക്കുന്ന പരിപാടിയല്ല വെച്ചേക്കുവാണല്ലോ ഇപ്പൊ. ഒന്ന് ആലോചിക്കും. ഇപ്പോ രമേശ് ചെന്നിത്തല കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കാര്യം മാത്രം ആലോചിച്ച് വെക്കാൻ മതി. ഓപ്പറേഷൻ കുബേര പോലെ, അല്ലെങ്കിൽ പിങ്ക് പോലീസ് പോലെ എത്ര പദ്ധതികളാണ്, CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സേനയിലേക്ക് കൊണ്ടുവരാൻ. അപ്പോ അതേപോലെ തന്നെ ജനമൈത്രി പോലീസ്, അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ആശയങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. അപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ആഭ്യന്തര വകുപ്പിനെ കൃത്യമായിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പോ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അയാൾക്ക് പാർട്ടിയാണ് കൊടുക്കുന്നത്. പാർട്ടി ഇപ്പോ UDF വെറുതെ ഒരാൾക്ക് എന്തെങ്കിലും കൊടുക്കുമോ? രമേശ് ചെന്നിത്തലയെ പോലെ സീനിയർ ആയിട്ടുള്ള നേതാവ് ഇപ്പോഴും നമ്മൾ കാണാൻ പോകും. ഇനി എന്താണ് കാണാൻ പോകുന്നത്? VD സതീശൻ എന്നൊരാൾ ഇന്നേ വരെ മന്ത്രി ആയിട്ടില്ല. ഭരണ പരിചയത്തിലുള്ള വലിയ കുറവുണ്ട്. അപ്പോൾ അതിന്റെ ഇപ്പുറത്ത് അതെല്ലാം മറികടക്കാൻ കഴിയുന്ന ഒരാൾ ഇപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ രണ്ടുപേരും, ഒരാൾ മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിച്ച ഒരാൾ, രണ്ടുപേരും മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹിച്ചു, ഒരാൾ മുഖ്യമന്ത്രിയായി. അങ്ങനെയുള്ള രണ്ടുപേരാണ് ഈ മന്ത്രിസഭയിൽ ഇരിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം അത്രയും വലിയ സീനിയർ നേതാക്കന്മാരുണ്ട്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയെ പോലെ എത്ര വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ഒരാളാണ്. അപ്പോൾ ആ പ്രവൃത്തി പരിചയങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മന്ത്രിസഭയാണ് ഇനി വരാൻ പോകുന്നത്. ഇനി എന്താണെങ്കിലും നമ്മൾ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്കൊരു ബോധ്യമുണ്ട് ഇവർ എന്തെങ്കിലും ചെയ്യുമെന്ന്. അത് വരും കാലങ്ങളിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ.